കോൺഗ്രസ്സുകാരനെന്ന് അവകാശപ്പെടുന്ന ഷംസീർ എന്നൊരു വ്യക്തി ഇട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് നാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് വായിക്കുമ്പോൾ കേരളത്തിലെ സംഘികൾ ഈ നാട്ടിൽ എന്താണോ വായ്ത്താരി ഇട്ടുകൊണ്ട് നടക്കുന്നത് അതിനെ സ്ഥിരീകരിക്കുന്ന, അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല ആരോപണങ്ങളെയും സാധൂകരിച്ചു കൊടുക്കുന്ന തരത്തിലാണ് ഇടതുപക്ഷത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കോൺഗ്രസ്സുകാരനായിട്ടുള്ള വ്യക്തിയും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ആൾ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് നാട് കേൾക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് പോസ്റ്റ്. 2 ദിവസം മുന്നേ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റാണ്. മുസ്ലിം അപരവൽക്കരണം CPM-നെ ശ്മശാനത്തിലേക്ക് നയിക്കും. കേരളത്തിൽ ഒരു 10 വർഷം കൊണ്ടുണ്ടാകുന്ന മാറ്റം മുസ്ലിം ജനസംഖ്യയുടെ വലിയ വർധനവായിരിക്കും. 2036 ആകുമ്പോഴേക്കും 18 തികഞ്ഞ വോട്ടർമാർ കൂടുതൽ മുസ്ലിങ്ങളായിരിക്കും. നിലവിൽ മുസ്ലിങ്ങൾ അധികവും 3-4 മക്കളുള്ളവരാണ്. അവർക്കൊക്കെ വോട്ടവകാശം കിട്ടുമ്പോഴേക്ക് മിക്ക മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടുകൾ നിർണായകമാകും. അപ്പോൾ ഇന്ന് നടത്തുന്ന മുസ്ലിം വിരുദ്ധത CPM-നെ തിരിഞ്ഞു കൊത്തും. CPM ഇന്ന് നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചരണത്തിൻ്റെ മുഖ്യ ഗുണഭോക്താക്കൾ BJP ആവുകയും CPM ശോഷിക്കുകയും CPM-ന് പരമ്പരാഗതമായി കിട്ടിവരുന്ന ഹിന്ദു വോട്ടുകൾ കുറെ BJP സമാഹരിക്കുകയും ചെയ്യും. അതോടെ CPM ബംഗാളിലെ പോലെ ഒരു അപ്രസക്ത പ്രസ്ഥാനമായി മാറും. അതിലേക്ക് വഴിവെട്ടുന്ന മുസ്ലിം വിരുദ്ധതയാണ് നിലവിൽ ഷാഫിക്കെതിരെ എന്ന നിലയിലടക്കം CPM ചെയ്യുന്നത്. കണ്ടില്ലേ, കേരളത്തിൽ സംഘപരിവാറുകാർ എന്താണ് ആരോപിക്കുന്നത്? മുസ്ലിം മതവിഭാഗത്തിനെ മനഃപൂർവ്വം സമൂഹത്തിൻ്റെ മുന്നിൽ സംഘപരിവാറുകാർക്ക് ആക്രമിക്കാനും അവർക്ക് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രചരണം നടത്താനും ഒരു ആയുധമായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാറുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പോസ്റ്റ് ചില സംഘപരിവാർ പേജുകളിൽ പോസ്റ്റ് ചെയ്ത് അത് പ്രചരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് എന്താണിതെന്ന് അന്വേഷിച്ചു പോയത്. അപ്പോൾ പല കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ഫോട്ടോ ഇട്ടതിന് ശേഷം കേരളത്തിൽ മുസ്ലിം മതവിഭാഗങ്ങളുടെ തലമുറ അല്ലെങ്കിൽ ജനസംഖ്യ അടുത്ത തലമുറയിൽ ഉയരാൻ പോകുന്നു. അതോടുകൂടി CPM തകരുമെന്നാണ്. അതായത് കേരളത്തിൽ മുസ്ലിം മതവിഭാഗത്തിലെ തീവ്ര നിലപാടുള്ളവരെ ഇടതുപക്ഷം വിമർശിക്കുമ്പോൾ അത് മുസ്ലിങ്ങളെയാക്കി മാറ്റുന്ന വൈദഗ്ധ്യം നമ്മൾ കാണേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ BJP-യും വളരും. മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ട് കോൺഗ്രസും നിലനിൽക്കും. എന്നാൽ ഇടതുപക്ഷം തകർന്നു പോകും അത്രേ. ഇടതുപക്ഷം എന്താണെന്ന് ഇതുപോലുള്ള മത അടിമകൾക്ക് തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് ഇവനെപ്പോലുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ അവൻ്റെ ഉള്ളിലെ മതബോധം കൊണ്ട് എഴുതുന്ന പലതും ഈ നാട്ടിൽ സംഘപരിവാറുകാർ കൂടുതൽ ആയുധമാക്കും. ലോകത്താകമാനം ഒരു മതവിഭാഗം ആക്രമിക്കപ്പെടുന്ന സന്ദർഭത്തിൽ സുരക്ഷിതമായ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്വന്തം മതത്തെ ആക്രമിക്കാനുള്ള അവസരമുണ്ടാക്കുന്ന ഇതുപോലുള്ള കോൺഗ്രസ്സുകാരൊക്കെ എന്താണ് മുസ്ലിം മതത്തോട് ചെയ്യുന്നതെന്ന് ഓരോരുത്തരും ആലോചിക്കുക. ഒരു പക്ഷേ സംഘപരിവാർ നടത്തുന്ന പ്രചരണങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ഇത്തരം പ്രതികരണങ്ങൾ ആരെ സഹായിക്കാനാണെന്ന് മുസ്ലിം മതവിഭാഗത്തിലുള്ളവരെങ്കിലും ചിന്തിക്കുക.